इश्क मस्ती में वही अव्वल वही आखिर वही ഖുർആൻ വഹി ഫുർഖാൻ വഹി തോഹ വഹി യാസീൻ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കണ്ണിലുണ്ണിയായി വാഴ്ത്തപ്പെടാനും എല്ലാം നിഗാഹേ ഇഷ്ക്, സ്നേഹത്തിന്റെ കണ്ണ്. വമസ്തീമേ, അനുരാഗത്തിന്റെ കണ്ണുകളിൽ ദൃഷ്ടിയിൽ. വഹി അവൽ വഹി ആഖിർ, സ്നേഹിക്കപ്പെടാൻ അവലും ആഖിറും നബി തന്നെയാണ്. ഏത് പ്രേമഭാജനത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും അവലും ആഖിറും നബിയെ അങ്ങാണല്ലോ. വഹി ത്വാഹ വഹി യാസീൻ, അവിടുന്ന് തന്നെയാണ് ത്വാഹ, അവിടുന്ന് തന്നെയാണ് യാസീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. النبي തീർച്ചയായും മുത്തുനബി തങ്ങളാണ് ഔലാ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് മുത്തുനബിയാണ്. ചിലർക്ക് ഉമ്മയാണ്, ചിലർക്ക് വാപ്പയാണ് വലുത്. എല്ലാറ്റിനേക്കാളും വലുത്, സ്വന്തം ശരീരത്തെക്കാളും വലുത് ഹബീബായ നബിതങ്ങളെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അന്നബിയു, മുഹമ്മദ് നബിതങ്ങളാണ് ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ ശരീരത്തെക്കാളും അവരോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? അന്നബിയു, നബിതങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ശരീരത്തെക്കാളും മുത്തുനബിയാണ് നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വല്ലതും വായയിലേക്ക് കൊണ്ടുപോകുമ്പോ ഓർക്കണം, എന്റെ റസൂൽ ഇത് കണ്ടാൽ ഇഷ്ടപ്പെടുമോ? എന്റെ റസൂൽ എന്റെ കൂടെയുണ്ടെങ്കിൽ നബി തങ്ങൾക്കത് പൊരുത്തമാവുമോ? എന്റെ റസൂൽ എന്റെ അരികത്തുണ്ടെങ്കിൽ എന്നോ ഇത് ചെയ്യാൻ അനുവദിക്കുമോ എന്ന് ഓർത്തുകൊണ്ടേ ഒരു മുഅ്മിൻ സ്വശരീരത്തിന്റെ ആഗ്രഹത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ, പ്രതികരിക്കാൻ പാടുള്ളൂ. അതല്ലേ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടത് എന്റെ നബിയോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് ഈമാനിന്റെ കുപ്പായമണിഞ്ഞവർ, അവരാണ് ഈമാനിന്റെ മധുരമറിഞ്ഞവർ. വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബിയുടെ ഭാര്യമാർ ഈ സമൂഹത്തിലെ വിശ്വാസികളുടെ മാതാക്കളാണ്. ഇതൊരു കുടുംബമായി ഉമ്മമാരായ നബിയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പയും ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം ഒരുമിച്ച് തന്നത് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് നബിയോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. നബിയെ, അങ്ങനെക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നബിയെ എന്റെ ശരീരം കഴിച്ചാൽ. എന്റെ ശരീരം കഴിച്ചാൽ പിന്നെ അങ്ങാണ് നബിയെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ആര് പറഞ്ഞു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മറുപടി വന്നു, ലാ വല്ലദീ നഫ്സി ബിയദിഹി, പറ്റില്ല ഉമറേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഹത്താ കൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിങ്ങളുടെ ശരീരത്തെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്നതുവരെ ഈമാൻ പരിപൂർണമാവില്ല ഉമറേ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരൽപ്പം നിന്നുകൊണ്ട് പറഞ്ഞു, ഫഇന്നഹുൽ ആന വല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നബിയേ, എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ശരീരത്തെക്കാളും അങ്ങാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ആയി നബിയെ, അതുകൂടെ ഞാൻ ശരിയാക്കി കഴിഞ്ഞു. എന്റെ നഫ്സിനെക്കാളും അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇത് പറഞ്ഞപ്പോ നബി ഞങ്ങളുടെ മറുപടി വന്നു, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ ശരിയായത്, ഇപ്പോഴാണ് ഉമറേ ശരിയായത്. അൽ ആൻ, ശരിയായി. അല്ലാഹു അങ്ങനെ ആ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമർ എന്നവരുടെ പൊന്നുമോനെ, നബി തങ്ങളുടെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലോ നിങ്ങളുടെ മുഖത്തുള്ളത്. നബിയെ കാണാൻ കഴിഞ്ഞുവല്ലോ നിങ്ങളുടെ കണ്ണുകൊണ്ട്.
യാ ലൈതനി വദിത്തു യാ ലൈതനി റഅയ്തു റസൂലല്ലാഹ്, നബി തങ്ങളെ ഞാനും ഒന്ന് കണ്ടെങ്കിലെന്ന് കൊതിച്ചു പോകുന്നു, വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ കാണാൻ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, ലൗ റഅയ്തഹു മാദാ കുൻത തഫഅലു, ആ നബിയെ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യാനാ പ്ലാൻ ചെയ്തത്? എന്താ നിങ്ങൾ ചെയ്യുക നബിയെ കണ്ടാൽ? ആ റസൂലിനെ എനിക്കെങ്ങാനും കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ നബിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയും വഖബ്ബൽതു ബൈന ഐനൈഹി, ആ നബിയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഞാൻ തുരുതുര ഉമ്മ വെക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബ്ശിർ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. മുത്തനബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ളകത്ത് മുത്തനബിയോടുള്ള സ്നേഹം കലർന്നു കഴിഞ്ഞാൽ ആ ഹൃദയമുള്ള ശരീരം നരകത്തിൽ പോവില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ ആ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹ്, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, അലി തങ്ങളെ എങ്ങനെയാ നിങ്ങൾ നബി തങ്ങളൊക്കെ കണ്ടിരുന്നത്, എങ്ങനെയായിരുന്നു? കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദ് അലൽ ളമാ. എങ്ങനെയാണ് സ്നേഹം എന്ന് പറയോ? ഞങ്ങളുടെ സമ്പത്തിനേക്കാളൊക്കെയും നബിയോട് സ്നേഹം. നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മൾ നബിയോടുള്ള ഹബ്ബിനെ സംബന്ധിച്ച് പറയാൻ കേൾക്കാൻ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? എന്റെ നബിയാണ് ഇതിനേക്കാളൊക്കെ വലുത് എന്ന് തോന്നിയിട്ടുണ്ടോ? മിൻ അബ്നാഇനാ, ഞങ്ങളുടെ മക്കളെക്കാൾ, വആബാഇനാ വഉമ്മഹാതിനാ, ഞങ്ങളുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും, വഅലൽ മാഇൽ ബാരിദ് അലൽ ളമാ, ദാഹിച്ചു നിൽക്കുമ്പോ തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാളും ഞങ്ങൾ ആഗ്രഹിച്ചത് ഹബീബിനെ കാണണമെന്നാണ്. അല്ലാഹു അക്ബർ! എന്തോ ഒരു സ്നേഹമാണത്. ആ സ്നേഹം കൽബിൽ കടന്നാൽ പിന്നെ പൈശാചികമായ പ്രേമം ആ കൽബിലേക്ക് വരില്ല. അതാണ് അതിന്റെ അത്ഭുതം. ആ സ്നേഹം നമ്മുടെ കുട്ടികളുടെ കൽബിലുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന സ്നേഹത്തിലേക്ക് അവർ പെട്ടുപോകില്ല, പ്രേമത്തിൽ ചെന്ന് ചാടില്ല. വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയേ. ലഇസ്ലാമു അബീ ത്വാലിബിൻ കാന ഖറ ലഐനി മിൻ ഇസ്ലാമി അബീ അബാ ഖുഹാഫ. നബിയേ, അബൂ ത്വാലിബ് മുസ്ലിമാവലാണ്, എന്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമാവുന്നതിനേക്കാളും എനിക്കിഷ്ടം നബിയേ. അതാണ് എന്റെ കണ്ണിന് ഏറ്റവും രോമാഞ്ചമുള്ളത്. എന്തേ കാരണം? لأن إسلام أبي طالب كان أقر لعينك. നബിയേ, അബൂ ത്വാലിബ് മുസ്ലിമാവനായിരുന്നല്ലോ, അങ്ങയുടെ കണ്ണിന് ഇഷ്ടപ്പെട്ടത്, അങ്ങ് കൊതിച്ചത്, അങ്ങ് ആഗ്രഹിച്ചത് അബൂ ത്വാലിബ് മുസ്ലിമാവണമെന്നാണ്. എന്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമാകുന്നതിനേക്കാളും അങ്ങയുടെ മൂസാപ്പ മുസ്ലിമാവനാണ് നബിയേ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വന്തം വാപ്പ മുസ്ലിമാവുന്നതിനേക്കാളും നബിയുടെ മുസാഫ. ലഇസ്ലാമുൽ അബ്ബാസ് ഖൈറുൻ വഅഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമിൽ ഖത്താബ്. എന്റെ വാപ്പ ഖത്താബ് മുസ്ലിമാവുന്നതിനേക്കാളും നബിയെ അങ്ങയുടെ പിതൃവൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവർ മുസ്ലിമാവലാണ്. കാരണം അതല്ലയോ ഹബീബേ നിങ്ങൾക്കിഷ്ടം, നബിക്കിഷ്ടം അതാണോ? എന്നാൽ എന്റെ ഇഷ്ടം അതാണ്. ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം മുത്തനബിയോട് കാണിച്ച് നമ്മൾ പഠിപ്പിക്കുകയാണ് ഇവിടുത്തെ സ്വഹാബ്. അല്ലാഹു നമുക്കത് തരട്ടെ. في حالة البعد روحي كنت أرسلها، في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه نوبة الأشباه قد حضرت فامدد يمينك كي تحظى بها شفتي. ഹിജറ 555 മദീനയിലേക്ക് കടന്നു വരുന്നു ഹബീബിന്റെ പേരക്കിടാവായ മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു.
അസ്സലാമു അലൈക യാ ജദ്ദി, അസ്സലാമു അലൈക യാ ജദ്ദി, വല്യുപ്പാ നിങ്ങൾക്ക് സലാമെന്ന് വലിയ ആൾക്കൂട്ടമുണ്ട് റൗളാക്ക് ചുറ്റും. ഹജ്ജിന് വരികയായിരുന്നു ബഹുമാനപ്പെട്ടവരെ. അവിടെ വലിയ ആൾക്കൂട്ടം കണ്ടപ്പോ ദൂരെ നിന്ന് ഹബീബിനോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ ജദ്ദി, വല്യുപ്പാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് മഹാനായ റിഫായി ശൈഖ് തങ്ങള് മറുപടി വന്നു. വഅലൈക്കസ്സലാമു യാ ബുനയ്യ, മോനെ എന്റെ മോനെ നിങ്ങൾക്കും സലാം. എവിടുന്നാ വന്നത്? മിനൽ ഖബ്രി ശരീഫ്, ഹബീബിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നു. മോനെ നിങ്ങൾക്കും സലാം. മറുപടി അങ്ങ് വന്നപ്പോ ഫജസാ അലാ റുക്ബതൈഹി, രണ്ട് കാൽമുട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പാടിയ വരികളാണിത്. എന്റെ ഉപ്പാ വല്യപ്പാ നിങ്ങൾ എന്റെ സലാം മടക്കിയോ? ഇതെന്തോ അത്ഭുതമാണ്. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي. ഞാൻ ദൂരെയായിരുന്നപ്പോ, ഷാമിലായിരുന്നപ്പോ, സിറിയയിലായിരുന്നപ്പോ, ഇങ്ങോട്ട് എത്താൻ പറ്റാതിരുന്നപ്പോ ഓരോ ദിവസവും വല്യുപ്പാ നിങ്ങളുടെ റൗളയിലേക്ക് എനിക്ക് വരാൻ കഴിയാതിരുന്നപ്പോ എന്റെ വീട്ടിലിരുന്ന് എന്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമുക്കതിന് കഴിയോ? നമ്മുടെ റൂഹിനെ റൗളയിലേക്ക് പറഞ്ഞേക്കാൻ, അവിടെ പോയിട്ട് വരിക. മനസ്സുകൊണ്ടൊരു മദീനയിലേക്കുള്ള യാത്ര. मदीना हमने देखा है मगर नादीदा नादीदा, मदीना जाके हम समझे तक़द्दुस किसको कहते हैं, हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा. അല്ലാമ ഇഖ്ബാലിന് ശരീരം കൊണ്ട് മദീനത്തേക്ക് പോവാൻ പറ്റിയിട്ടില്ലത്രേ. അദ്ദേഹം പാടിയ വരികളാണത്. ബസ്വാറത്ത് खो गई लेकिन बसीरत तो सलामत है, मदीना हमने देखा है मगर नादीदा नादीदा. കണ്ണിന്റെ കാഴ്ച പോയാലെന്താ, ബസ്വാറത്ത് നഷ്ടപ്പെട്ടെങ്കിൽ എന്താ, ബസീറത്ത് തോ സലാമത്ത് ഹേ, എന്റെ ഖൽബിന്റെ കാഴ്ച മങ്ങിപ്പോയിട്ടില്ല. മദീന ഹംനെ ദേഖാ ഹേ, ഞാനും കണ്ടിട്ടുണ്ട് മദീന. മഗർ നാദീദ നാദീദ, എന്റെ മുഖത്തെ കണ്ണുകൊണ്ടല്ല ഞാൻ കണ്ടത്, ഞാനും കണ്ടിട്ടുണ്ട് മദീന. ദീന ജാകെ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹത്തെ ഹൈ, പരിശുദ്ധി എന്ന് പറഞ്ഞത് എന്താണ് പരിപാവനത്വമെന്ന് മദീനയിലെ ഹളറത്തിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ, സംശുദ്ധമായ അന്തരീക്ഷവും ശാന്തമായ ചുറ്റുപാടുകളും ഇത് മദീനയിലേക്കാണോ എന്ന് ഇഖ്ബാൽ മനസ്സിന്റെ കണ്ണുകൊണ്ട് മദീനയെ കണ്ട കഥ പറയുന്നുണ്ട്. ഫി ഹാലത്തിൽ ബുഅദി, അല്ലാമ റിഫായി ശൈഖ് തങ്ങൾ പറയുന്ന വാക്കതാണ്. നബിയേ എന്റെ വല്യുപ്പ എനിക്കിങ്ങോട്ട് വരാൻ കഴിയാതിരുന്നപ്പോ എന്റെ ആത്മാവിനെ ഞാൻ മദീനത്തേക്ക് പറഞ്ഞേക്കുമായിരുന്നു. എന്റെ ഖൽബിലങ്ങാ ഉണ്ടായിരുന്നത് അനാവശ്യമായ പ്രേമങ്ങളിലേക്ക്, സല്ലാപങ്ങളിലേക്ക്, മുഹറമായ അല്ലാഹു നിഷിദ്ധമാക്കിയ ബന്ധങ്ങൾ, മാനസിക ബന്ധങ്ങൾ, പ്രേമമോ ഒന്നും പിടികൂടാതെ റബ്ബാനിയായ സ്നേഹം ഖൽബിൽ കയറി ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് മദീനയിലേക്ക് റൂഹിനെ ഞാൻ അയക്കുമായിരുന്നു നബിയേ. വഹാദിഹി ഇത് ഞാനിതാ എന്റെ ശരീരവുമായി വന്നിരിക്കുന്നു നബിയേ. ഉപ്പ എനിക്കിവിടെ ശരീരം കൊണ്ട് വരാൻ കഴിയുമായിരുന്നില്ല, ഞാനിപ്പോ എന്റെ ശരീരം കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങയുടെ വലത് കൈയൊന്ന് നീട്ടിത്തരുമോ ഉപ്പ? ഞാനൊന്ന് ചുംബിച്ചു നോക്കട്ടെ, അവിടുത്തെ കൈയൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? മഹാനായ അല്ലാമ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അവറുകൾ അടക്കമുള്ള 7ഓളം പ്രഗൽഭരായ ഔലിയാക്കന്മാർ ആ റൗളയിൽ ഉണ്ടായിരിക്കെ അവരുടെ സാന്നിധ്യത്തിലാണ് ഹിജ്റ 555 അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പരിശുദ്ധമായ കരം റൗളക്കുള്ളിൽ നിന്ന് റിഫായി ശൈഖിന് വേണ്ടി നീട്ടിക്കൊടുത്തത്.
മുതവാത്തിർ പോലെ ഉലമാഇന്റെ ഇടയിൽ കണ്ടവരടക്കം കിതാബുകളിൽ യഥേഷ്ടം രേഖപ്പെടുത്തിയ സംഭവമാണിത്. ആ പാട്ടുണ്ടല്ലോ, 2 വരി കവിതയാണ് ചൊല്ലിയത്. ആ കവിത മുഅ്മിനെ, ഞാനും നിങ്ങളും ഹബീബിന്റെ റൗദയിൽ പോയി അവിടെ തന്നെ കിടന്നിട്ട് 1000 അല്ല 5000 തവണ ഹബീബിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ പാട്ട് പാടിയാൽ അവിടുത്തെ റൗദയിൽ നിന്ന് കൈ ഉയരുമോ? എന്തുകൊണ്ടുയരില്ല? ആ വന്ന വരികൾ ഖൽബിൽ നിന്നാണ് വന്നത്. ആ സ്നേഹം ഖൽബിന്റെ സ്നേഹമാണ്. നമ്മുടേത് ഉദ്ധരണികളാണ്, ഖൽബിൽ നിന്ന് വന്ന വരികളായതുകൊണ്ട് ഹബീബ് തങ്ങളുടെ മുഅ്ജിസത്ത് കാണാൻ കഴിഞ്ഞു. ഇവിടെ അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഇദാ സഹ മിൻകൽ മുദ്ദ് ഫൽകുല്ലു ഹയ്യ് വകുല്ലു الذي فوق التراب تراب. സ്നേഹം ഖൽബിൽ നിന്ന് ശരിയായിട്ട് വന്നാൽ അതിന്റെ സാധ്യമാണത്രേ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ ഹബീബിനോടുള്ള ഹുബ്ബ് നമ്മുടെ ഖൽബിൽ അല്ലാഹു എമ്പാടും തരട്ടെ, അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിരിക്കാം, ഒന്ന് റാഹത്തായിട്ട്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه.